Hello friends, welcome back to my channel. അപ്പോൾ ഞാനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേന്ന് തന്നെ ദോശക്ക് ആവശ്യമായിട്ടുള്ള മാവിന് പച്ചരിയൊക്കെ നല്ലോണം കഴുകി കുതിരാൻ വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉഴുന്നും കുറച്ച് ഉലുവയും അതും ഇതേപോലെ കഴുകി കുതിരാൻ വെച്ചിരുന്നേ. അപ്പോൾ അത് രണ്ടും കഴുകി മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഇനി അരിയൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉഴുന്നും ഉലുവയാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ടാണ് അരിയും ചോറൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തില്ലേ, അത് മിക്സിൻ്റെ ജാറ് ചൂടാവാതിരിക്കാനാണ് കേട്ടോ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്റർ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി അത് അടുപ്പിൻ്റെ അവിടെ കേട്ടോ കൊണ്ടുവെക്കണത്. അവിടെ ആകുമ്പോൾ ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവെക്കണത്. ഇനി അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ദോശക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ റീൽസിൽ കണ്ട ഒരു ചട്ടിനിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ 2 ചെറിയ കഷ്ണം സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം വഴറ്റിയെടുക്കാൻ കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. അതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി എല്ലാം വഴറ്റി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് മുളകും പൊടിയും ജസ്റ്റ് ഒരു കളറിന് വേണ്ടി കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതൊക്കെ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ദോശൻ്റെ മാവ് പൊന്തിയൊക്കെ വന്നിരുന്നു കേട്ടോ. അത് ഞാൻ ഇളക്കി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത്. ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ദോശ ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ദോശയും കണ്ട് ഞാൻ ചുട്ടെടുക്കണേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചങ്ങാണ്ട് കുക്ക് ചെയ്തങ്ങാണ്ട് അങ്ങനെ ഓരോ ദോശയും കണ്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ദോശയിന്. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയും ചട്ടിനിയൊക്കെ കൂട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്ന പൊട്ടുകടലിൻ്റെയിലേറെ ഒന്നും കൂടി തേങ്ങ കൂട്ടുമ്പോഴാണ് ഞാൻ ഇതേപോലെ തേങ്ങ ചേർത്തും അരക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തേങ്ങ ചേർത്ത് അരക്കണം കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് തോന്നുന്നത്. ഇതും ടേസ്റ്റ് ഉണ്ട്. തേങ്ങ കൂട്ടി അരക്കുമ്പോൾ ഇതിലേറെ ടേസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ മോളാണ് കേട്ടോ. മോളെ പേര് തുമ്പി എന്നാണ്. അപ്പോൾ പഠിക്കണീൻ്റെ ഇടയിൽ ഫോണിൽ കളിക്കുകയാണ് കേട്ടോ.
ഇമ്മ വാഴക്കൂമ്പ് ഉപ്പേരി വെക്കാൻ വേണ്ടിങ്ങാണ്ട് വാഴക്കൂമ്പൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ 2-3 ലെയറുകളൊക്കെ അമ്മ എടുത്ത് കളയുകയാണേ. അപ്പോൾ ഇത് ഉപ്പേരിക്കുള്ള മമ്പയറാണ്, ഇത് അതിൻ്റെ കൂടെ വെക്കാനാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആദ്യം മമ്പയറൊന്ന് വേവിക്കാൻ വെക്കണ്ടേ. ഇമ്മ അപ്പോൾ ഇതിന് വാഴപ്പൂവൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകി പിഴിഞ്ഞുങ്ങാണ്ടാണ് കേട്ടോ ഇടുന്നത്. ഇനി അതിലേക്ക് 1-2 പച്ചമുളക് കൂടി ഇട്ടുങ്ങാണ്ട് ഇളക്കി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പാടെ തൂമിച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു സെറ്റപ്പിന് വാഴൻ്റെ ഇലയൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ചിക്കനൊക്കെ വെച്ചിരിക്കണത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ചേർത്തിട്ടുള്ള പൊടി തമിഴ്നാട്ടിലൊക്കെ ഉള്ളവർക്ക് അറിയിക്കാൻ കേട്ടോ. അതിൻ്റെ പേര് സൺ ചില്ലി എന്നാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് അത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പം അങ്ങനെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓയിലൊഴിച്ച് പപ്പടം പൊരിച്ചെടുത്തിരുന്നു കേട്ടോ. അത് ഇതിൽ റെക്കോർഡായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ഓയിലാണെന്ന് കരുതി വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതാകെ പതഞ്ഞു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്നിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം. അപ്പോൾ ഓക്കെ, ബൈ.